Adobe Photoshop ടൂൾസിന്റെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സ്റ്റാമ്പ് ടൂൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൂള് ക്ലോൺ സ്റ്റാമ്പ് ടൂളാണ്. സ്റ്റാമ്പ് ടൂൾ എന്ന് സൂചിപ്പിക്കുന്ന എസ് ആണ് ഇതിന്റെ ഷോർട്ട് കീ. ഈ ഒരു ടൂള് നമ്മുടെ ഹീലിംഗ് ടൂൾ ബ്രഷ് പോലെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് ഒരു പോർഷൻ വേറെ ഒരു പോർഷനിലേക്ക് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രോ ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീലിംഗ് ടൂൾ ബ്രഷിൽ ചെയ്ത പോലെ ഹീലിംഗ് ടൂൾ ബ്രഷിൽ ഉള്ള പോലെ തന്നെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഒരു പൊസിഷൻ സാമ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വേറൊരു പൊസിഷനിൽ ആ സാമ്പിൾ ചെയ്ത പോർഷൻ വരച്ചു ചേർക്കുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് പകരം നമുക്കൊരു പോർഷൻ സാമ്പിൾ ചെയ്തിട്ട് അത് ബ്രഷ് വെച്ചിട്ട് വരച്ചു ചേർക്കാനായിട്ട് സാധിക്കും. കണ്ടോ, നമ്മൾ ഈ നെറ്റിയുടെ പോർഷൻ സാമ്പിൾ ചെയ്ത് അത് കണ്ണിന്റെ മുകളിൽ വരച്ചു കഴിഞ്ഞപ്പോൾ ആ പോർഷൻ അങ്ങനെ തന്നെ കണ്ണിന്റെ മുകളിലേക്ക് വന്നു. ഈ വന്ന പോർഷന്റെ അറ്റം ഫെദർ ചെയ്ത് കിടക്കുന്നത് നമ്മൾ എടുത്ത ബ്രഷ്, അതായത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്ത ബ്രഷിന്റെ ഹാർഡ്നെസ് കുറവായതുകൊണ്ടാണ്. ഹാർഡ്നെസ് നമ്മൾ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജായിട്ട് തന്നെയായിരിക്കും ഈ ഒരു പോർഷൻ കണ്ണിന്റെ മുകളിൽ വരിക. അതേസമയം നമ്മൾ ഹീലിംഗ് ടൂൾ ബ്രഷാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം പൊസിഷൻ ഓൾട്ട് ഞെക്കി സാമ്പിൾ ചെയ്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിലും പുതിയതായി വരച്ചു ചേർക്കുന്ന ആ പോർഷൻ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാൻ ശ്രമിക്കും. അതായത് കോപ്പി ചെയ്ത് വരുന്ന പോർഷൻ ഡെസ്റ്റിനേഷനിലെ ബാക്ക്ഗ്രൗണ്ടിനെയും ലൈറ്റ്നെസ്സിനെയും കോൺട്രാസ്റ്റിനെയും അവിടുത്തെ ടെക്സ്ചറിനെയും ഒക്കെ അനുസരിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഹീലിംഗ് ടൂൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഒരു ഇമേജിനെ പർട്ടിക്കുലർ പോർഷൻ വെച്ചിട്ട് ഹീല് ചെയ്യാനും, അതേസമയം ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നത് ഒരു ഇമേജിന്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ കോപ്പി ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. ക്ലോൺ സ്റ്റാമ്പിന് ശേഷം ആ സെറ്റിൽ വരുന്ന അടുത്ത ടൂള് പാറ്റേൺ സ്റ്റാമ്പ് ടൂളാണ്. ക്ലോൺ സ്റ്റാമ്പ് യൂസ് ചെയ്ത പോലെ തന്നെയാണ് പാറ്റേൺ സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്ലോൺ സ്റ്റാമ്പിൽ നമ്മൾ ഇമേജിലുള്ള ഒരു പർട്ടിക്കുലർ പോർഷൻ സാമ്പിൾ ചെയ്തിട്ട് അതാണ് കോപ്പി ചെയ്തെങ്കിൽ പാറ്റേൺ സ്റ്റാമ്പ് ടൂളിൻ്റെ ഉള്ളിൽ നമ്മൾ ഡീഫോൾട്ടായിട്ടൊരു പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ബ്രഷ് ചെയ്ത് ചേർക്കുക. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരാളുടെ മുഖം ഒരു റെപ്റ്റൈലിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു ഏലിയൻ്റെ പോലെയോ ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഫേസിൽ വരച്ച് ചേർക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേൺ കൊടുക്കുന്നതിൻ്റെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് ഈ സ്കിന്നിനോട് ബ്ലെൻഡ് ചെയ്ത് കയറുന്ന രീതിയിൽ നമുക്ക് വരച്ചു പോകാനായിട്ട് പറ്റും. ഹീലിങ്ങിലൊക്കെ ഈ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി ചെയ്യും. പക്ഷേ പാറ്റേൺ ബ്രഷ് ടൂളൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മളായിട്ട് തന്നെ ഇങ്ങനെയൊരു ബ്ലെൻഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വരച്ചു ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോൺ സ്റ്റാമ്പ് ടൂളും പാറ്റേൺ സ്റ്റാമ്പ് ടൂളും.